വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ക്രിസ്മസ് ഡേ ആണെന്ന്. അപ്പൊ ഞങ്ങള് രാവിലെ തന്നെ മാളൂട്ടിക്ക് സാന്റക്ലോസ് ഗിഫ്റ്റ് ഒക്കെ കൊടുത്തിട്ട് ഞങ്ങള് ഒരു പിങ്ക് കളർ സ്കൂട്ടി ആട്ടോ. അതെ, മാളൂസ് ക്രിസ്മസിന് ഗിഫ്റ്റ് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു സാന്റക്ലോസിനോട്. അപ്പൊ സാന്റക്ലോസ് ഗിഫ്റ്റ് ഒക്കെ കൊണ്ടുവന്ന് വെച്ചാൽ അതിന്റെ ഗിഫ്റ്റ് എന്താണെന്നുള്ളത് ഞാൻ ചെറിയൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഓൾറെഡി. അപ്പൊ എന്തായാലും ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് ഫോട്ടോസ് ഒക്കെ എടുക്കുമ്പോൾ ഒന്നുകൂടെ കാണിച്ചു തരാം. നല്ല ഉറക്കത്തിൽ എപ്പോഴും രാവിലത്തെ പക്ഷെ രാവിലെ നല്ല എനർജറ്റിക് ആയിട്ട് വന്ന് ഗിഫ്റ്റ് ഒക്കെ എടുത്ത് അതൊക്കെ സ്കൂട്ടി ആയിരുന്നു, ഒരു കുഞ്ഞി വെസ്പയായിരുന്നു പിങ്ക് കളർ. അപ്പൊ അതൊക്കെ ഓടിച്ചിട്ടുണ്ടായിരുന്നു രാവിലെ വന്നിട്ട്. ഞങ്ങൾ എന്തായാലും ഇന്ന് ക്രിസ്മസ് ഡേ ആയതുകൊണ്ട് അടുക്കളയിലില്ല. അതെ, ഇന്ന് ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ ഞങ്ങളെ തൊട്ടടുത്തുള്ള ശൈല ചേച്ചീന്റെ വകയാണ്. അപ്പൊ ഇതാ രാവിലെ തന്നെ നല്ല കറിയൊക്കെ കൊണ്ടുവന്നു. എന്നാ നമുക്ക് കഴിക്കാം. എന്നുണ്ട് ബീഫ് കുറുമ ഇതുണ്ടോ? ബീഫും നല്ല അപ്പവും രക്ഷയില്ല. ഞങ്ങളങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞു. ഇനി ഞങ്ങൾ ശൈല ചേച്ചിന്റെ വീട്ടിലേക്ക് പോവാണ്. മാളൂസിന്റെ അതെ, ഞങ്ങൾ സ്കൂട്ടിയിൽ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു. സ്കൂട്ടി ഞങ്ങൾ നിങ്ങൾക്ക് ഇപ്പൊ കാണിച്ചു തരാം, വെസ്പ കാണിച്ചു തരാം കേട്ടോ. മാളൂട്ടി കണ്ടോ, ചെറിയുടെ ഹെയർ ബണ്ണൊക്കെ ഇട്ടിട്ട് ക്രിസ്മസ് ലുക്കിൽ റെഡി ആയിട്ടുണ്ട്. ഇത് ചുമ്മാ വീട്ടിലിടാൻ വേണ്ടിട്ട് സെറ്റ് ചെയ്തിട്ടാ. അപ്പൊ നമുക്ക് പോവാം. പിന്നെ സ്ട്രോബെറി ഉണ്ട്. പിന്നെ ഇവിടെയും പാട്ടുണ്ട്, റിവേഴ്സ് ഉണ്ട്. പിന്നെ നേരെ പോകാണ്ട്. നമുക്കിപ്പോ റിവേഴ്സ് പോയി നോക്കാം. പെട്രോൾ കാണിക്കുന്നുണ്ട് ഇവിടെ. പെട്രോൾ ഉണ്ടോ? ഫുൾ ടാങ്കാ? അങ്ങനെ ഞങ്ങൾ ചേച്ചീൻ്റെ വീട്ടിലെത്തി. മാളൂട്ടി എല്ലാവരോടും ഓടി നടന്ന് മേരി ക്രിസ്മസ് ഒക്കെ പറയുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങളൊരു ക്രിസ്മസ് കേക്കൊക്കെ കട്ട് ചെയ്തു. മാളൂട്ടിക്ക് വേണ്ടിയിട്ട് അവരൊരു സ്പെഷ്യൽ കേക്കൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ കഴിച്ചു. ഹലോ. അങ്ങനെ ഞങ്ങൾ ലഞ്ച് കഴിക്കാനായി. ലഞ്ചിന് നല്ല ചിക്കൻ ബിരിയാണി ഒക്കെ ഉണ്ടായിരുന്നു. മാളൂട്ടിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഫുഡൊക്കെ. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവിടെ നിന്ന് ഇറങ്ങി. ക്രിസ്മസ് ആയിട്ട് ഞങ്ങൾ പുറത്ത് പോകാനൊന്ന് റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ ഒരേപോലെ കെട്ടിയിട്ട് ഡബിൾ സൈഡ്. അപ്പം മാളൂട്ടി ഇത് ഓൾറെഡി നിങ്ങൾ കണ്ട ഡ്രസ്സാണ്. ഈ ഡ്രസ് എപ്പോഴും ഇടുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ. പക്ഷെ ഇങ്ങനെ ഇടയിൽ ഇട്ടുകൊണ്ടിരിക്കുമ്പോ ഒരു പ്രതീക്ഷ അങ്ങനെയുള്ളൂ. സോ എക്സൈറ്റഡ്. ഒരു പടം കാണാൻ പോകുമ്പോഴത്തേക്കിനും ഇല്ലാത്തൊരു വെറൈറ്റി എക്സൈറ്റഡ്. അപ്പം ഞങ്ങൾ പോയിട്ട് പടം കാണിട്ട് എന്നിട്ട് അതെങ്ങനെയുണ്ടെന്ന് പറയാം. എല്ലായിടത്തും ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ട് ആ ഒരു ക്രിസ്മസ് എൻജോയ് ചെയ്യാൻ എല്ലാവരും അല്ലേ മൂവി. അങ്ങനെ ഞങ്ങൾ ലുലുവിലെത്തി. ലുലുവിലാണ് ഞങ്ങൾ മൂവി ബുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ബാക്ക് എൻട്രൻസ് ആണ് കേട്ടോ ഇത് ഫസ്റ്റ് വന്നിട്ടുള്ളത്. ഞങ്ങൾ വീട്ടിൽ നിന്ന് വരുമ്പോൾ ഈ ഒരു സ്പേസിലൂടെയാണ് ഞങ്ങൾ അകത്തേക്ക് പോകാറുള്ളത്. പക്ഷേ ഇവിടുത്തെ ആ ഒരു ഡെക്കറേഷനൊക്കെ കണ്ടപ്പോൾ ഞാൻ കരുതി ഫ്രണ്ട് എൻട്രൻസും കൂടെ ഒന്ന് പോയി നോക്കാം, അവിടെ എങ്ങനെയാണ് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളതെന്ന് നിങ്ങൾക്കൊക്കെ കാണിച്ചു തരാമെന്ന് കരുതി. പക്ഷേ അവിടെ പോയപ്പോഴേക്കും വണ്ടിയൊക്കെ വേറെ റൂട്ടിന് തിരിച്ചു വിട്ട് വേറെ ഇപ്പുറത്തൊരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു. അവിടെയുള്ള പാർക്കിങ്ങിലാണ് ഞങ്ങൾ ലാസ്റ്റ് വണ്ടി പാർക്ക് ചെയ്യേണ്ടി വന്നത്. കാരണം അത്രയ്ക്ക് തിരക്കായിരുന്നു കേട്ടോ. അങ്ങനെ ഫൈനലി ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് അതിൻ്റെ അകത്തേക്ക് കയറി. അകത്ത് നല്ല ക്രിസ്മസ് ഡെക്കറേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ മാളൂട്ടിക്ക് കാണിച്ചു കൊടുത്തു. ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടാണ് മൂവിക്ക് കയറുന്നത്. പക്ഷെ ഞാൻ കരുതി അവിടെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതൊക്കെ കണ്ടിട്ട് ഭക്ഷണം കഴിക്കാൻ പോവാന്ന് കരുതി. ലുലുവിൻ്റെ പുറത്തായിട്ട് ഒരു സെക്ഷനിൽ ക്രിസ്മസിൻ്റെ ഐറ്റംസ് മാത്രം വെച്ച് അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഓരോ ഷോപ്പുകളും ക്രിസ്മസ് തീമിലായിരുന്നു കേട്ടോ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അത് കാണാൻ തന്നെ ഭയങ്കര രസമായിരുന്നു. പിന്നെ ഇത് എപ്പോഴും ലുലുവിൽ അവൈലബിൾ ആയിട്ടുള്ള ട്രെയിനാണ് കേട്ടോ. ഇവിടെ കയറാമെന്ന് കരുതി പോയപ്പോഴേക്കും അവിടെ കാർഡ് പേയ്മെൻറ്റ് മാത്രമേ എടുക്കുകയുള്ളായിരുന്നു. ഞങ്ങളാണെങ്കിൽ അൺഫോർച്ചുനേറ്റ്ലി കാർഡ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കന്ന് കയറാൻ പറ്റിയില്ല. മാളൂട്ടിയാണെങ്കിൽ അവിടെ കയറാമെന്ന് ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്യുകയും ചെയ്തു. പിന്നെ ഞാൻ നെക്സ്റ്റ് ടൈം വരുമ്പോൾ കയറ്റാമെന്നൊക്കെ പ്രോമിസ് ചെയ്തിട്ട് ഓക്കെ ആക്കി. ഈ GPay എല്ലാം വന്നതിന് ശേഷം ഞങ്ങൾക്ക് പലപ്പോഴും പറ്റാറുള്ള ഒരു അബദ്ധമാണ് കേട്ടോ. അത് കാർഡോ അല്ലെങ്കിൽ ക്യാഷോ കയ്യിൽ വെക്കാൻ വിട്ടുപോയാൽ അത് പലപ്പോഴും നമുക്കൊരു പ്രശ്നമായിട്ട് വരാറുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഗൂഗിൾ പേ ഉണ്ട്
ഉണ്ടെങ്കിലും അത് ഓക്കെ ആണെങ്കിലും നമ്മളെപ്പോഴും കുറച്ച് ക്യാഷോ അല്ലെങ്കിൽ കാർഡും ഒക്കെ കയ്യിൽ വെക്കുന്നത് ബെറ്റർ ആയിരിക്കും. ഫുഡ് ഓർഡർ ചെയ്യണേ. നിങ്ങൾ ആദ്യം ഓർഡർ ചെയ്ത് കണ്ടാൽ മതി. അതിനാണ് ഞങ്ങൾ നേരത്തെ ഇറങ്ങിയത്. നോക്ക് 10 മണിക്കാണ് പടം, പക്ഷെ ഞങ്ങള് 6 മണിക്ക് ഇറങ്ങി. എന്നാ പോലും 10 മണിക്ക് ഞങ്ങൾ തിയേറ്ററിൽ കയറുള്ളൂ. നോക്കിക്കോ, ഇത്രയും തിരക്കാണ്. അവളെ ഒരു ടോയ് ഉണ്ട്, അതിനെ ഇതിന്റെ ഉള്ളിൽ ഗ്ലാസിന്റെ ഉള്ളിൽ ഇട്ടുണ്ട്. ബാത്റൂമാണ് വിചാരിച്ച കിച്ചൺ തുറന്നു പോയി. പക്ഷേ അപ്പോഴേക്കും ഒരാൾ കണ്ടിട്ട് പറഞ്ഞ് പുറത്താക്കി, ബാത്റൂം അല്ലാതെ പറഞ്ഞിട്ട് പുറത്താക്കി കിച്ചണിന്ന്. ഞങ്ങള് കണ്ട് മാളൂസ് പറഞ്ഞത് അപ്പൊ കിച്ചണിൽ കയറി ടോയ്ലറ്റാന്ന് ഞാൻ ഫുഡ് റെഡി ആയി നോക്കാൻ വേണ്ടി പോയതാ. അങ്ങനെ ഞങ്ങൾ ഭക്ഷണം ഓർഡർ ചെയ്തു. ഞങ്ങൾ ചിക്കൻ കബാബാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. കബാബിൻ്റെ ഒരു പ്ലേറ്റർ ആയിരുന്നു ആക്ച്വലി അത്. അപ്പോൾ 4 ടൈപ്പ് കബാബ്സ് ഉണ്ടായിരുന്നു. മാളൂട്ടി ഫസ്റ്റ് ബർഗറൊക്കെ വേണമെന്ന് പറഞ്ഞാൽ കയറിയത്, പക്ഷേ ഞങ്ങൾ ചെന്നപ്പോൾ ബർഗർ ഉണ്ടായിരുന്നില്ല. അപ്പോൾ കബാബ് കഴിച്ചപ്പോൾ പിന്നെ അവർക്ക് അത് ഇഷ്ടമായി. പിന്നെ ഓറഞ്ച് ജ്യൂസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ജ്യൂസ് ഭയങ്കര സ്പെഷ്യൽ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോഴേക്കും ഞങ്ങളെ വീഡിയോസ് കാണുന്ന ഒരുപാട് പേരെ ഞങ്ങൾ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായി. അപ്പോൾ പടം തുടങ്ങാൻ കുറച്ചുകൂടെ സമയമുണ്ട്. അപ്പോൾ ഞങ്ങൾ മാളൂട്ടിക്ക് ഒരു ഡ്രസ്സ് നോക്കാമെന്ന് കരുതിയിട്ട് ലുലു ഫാഷനിൽ ജസ്റ്റ് ഒന്ന് കയറിയിട്ടുണ്ടായിരുന്നു. പക്ഷെ കയറി കഴിഞ്ഞപ്പോഴേക്കും ടോയ് സെക്ഷനിലേക്കാണ് ആള് ഫസ്റ്റ് പോയത്. അവിടെ വെച്ച് ഗംഗയിൽ നിന്നും ഒരു പ്രത്യേക തരം സൈക്കിക് വൈബ്രേഷന്റെ അനുഭവം എനിക്ക് കിട്ടാൻ തുടങ്ങി. അങ്ങനെ അധിക നേരം അവിടെ നിന്നാൽ ശരിയാവില്ല എന്ന് അറിയാവുന്നത് കൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് പടത്തിന് കയറാൻ പോയി. ഭരോസാണ് കേട്ടോ ഞങ്ങൾ കാണാൻ പോയിട്ടുണ്ടായിരുന്ന മൂവി. 3D ആയിരുന്നു. അതുകൊണ്ട് മാളൂട്ടി ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഇന്റർവെൽ ആയപ്പോൾ ഞങ്ങളൊരു പോപ്കോൺ ഒക്കെ വാങ്ങി കഴിച്ചു. മൂവി എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാൽ ഒരു ഫാൻറ്റസി ടൈപ്പ് മൂവിയാണ്. പിന്നെ അതിൻ്റെ 3D എഫക്റ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം നമ്മൾ വളരെ ക്ലോസ് ആയിട്ട് നമ്മളടുത്ത് വരുന്ന പോലെ കറക്റ്റ് അത് ഫീൽ ചെയ്യായിരുന്നു കേട്ടോ. നമ്മളിപ്പോൾ അടുത്ത് കണ്ട 3D മൂവീസിലൊക്കെ ഭയങ്കര ബെറ്ററായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അത് നമ്മളെ മലയാളം മൂവിയിൽ നിന്ന് അങ്ങനെ ഒരു സിനിമ, ഒരു ഫാൻറ്റസി ടൈപ്പ് മൂവി വരിക എന്ന് പറഞ്ഞാൽ അത് ശരിക്കും ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു. മാളൂട്ടീൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ, അവൾക്ക് ഭയങ്കരമായിട്ട് പടം ഇഷ്ടപ്പെട്ടു. പിന്നെ ലാലേട്ടൻ്റെ പടം എന്ന് പറഞ്ഞപ്പോഴേ അവൾ കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ മൂവി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോന്നു.